S23 FE, one of the best camera smartphones out there. Razer. അങ്ങനെ ഫോട്ടോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന 3 ഫോട്ടോസാണ് അൾട്രാ വൈഡിലും വൈഡിലും 3x എടുത്ത ഫോട്ടോസ്. ഇവിടെ അൾട്രാ വൈഡിൽ എടുത്തിട്ട് ഫോട്ടോ കുറച്ചും കൂടി വാമാണ്, ബാക്കി 2 ഫോട്ടോസും കുറച്ചും കൂടി കൂളാണ്. പക്ഷേ ഈ ഫോട്ടോ എടുത്തത് 2 മണി ആ ടൈമിലാണ്. സോ ആ ടൈമിൽ എടുത്തുകൊണ്ട് തന്നെ നല്ലൊരു കളർ ടെമ്പറേച്ചർ കീപ്പപ്പ് ചെയ്യുന്നത് അൾട്രാ വൈഡാണ്. ബാക്കി 2 ഒരു 7 മണി 8 മണി ആ ടൈമിൽ എടുത്ത പോലെയാണ്. ഇനി ഞാൻ സബ്ജക്റ്റായിട്ട് വരുന്ന ഫോട്ടോസിലും ഏതാണ് സെയിം ആണ്. അതായത് അൾട്രാ വൈഡ് കുറച്ചും കൂടി വാമാണ്, ബാക്കി 2 കുറച്ചും കൂടി കൂളാണ്, ഒരു മോർണിംഗ് ഷോട്ട് പോലെയാണ് തോന്നുന്നത്. പിന്നെ 3 ഫോട്ടോസിലും കളേഴ്സൊക്കെ നല്ല രീതിയിൽ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. സാച്ചുറേഷൻ ഒക്കെ ഓൺ പോയിന്റ് ആണ്. ആൻഡ് HDR ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഒരു ക്ലൗഡ്സ് നോക്കിയാൽ മതി, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സ്കിൻ ടോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈഡിലും 3xനും നല്ല രീതിയിൽ സ്കിൻ ടോൺസ് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സബ്ജക്റ്റിനോട് കുറച്ചും കൂടി ക്ലോസ് ആണ്, പിന്നെ കുറേ ഡീറ്റെയിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് അൾട്രാ വൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ആയുള്ള ഒരു പിക്ചറാണെന്ന് വേണമെങ്കിൽ പറയാം. ഓൾസോ ഡിസ്റ്റോഷൻ്റെ ഭാഗത്ത് വെള്ളവും മേഘവും നോക്കിയാൽ മതി, കുറച്ചധികം വലിച്ചു കയറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഫുള്ളി സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്ത് ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വേറെ ഫോട്ടോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയൊന്നും ഡിസ്റ്റോഷൻ ഉണ്ടാവില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോൾ f2.4ൻ്റെ 10MP ഒരു ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. മെഗാ പിക്സലിൻ്റെ ഭാഗത്ത് നല്ല കുറവാണ്. ആൻഡ് ഇത് ഫോട്ടോസ് എടുക്കാൻ മാത്രം നല്ലതാണെന്ന് ഞാൻ പറയാം. കാരണം പ്രോസസ്സിംഗ് വെച്ച് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പ് ആക്കി തരും. പക്ഷേ വീഡിയോസിലേക്ക് വന്നു കഴിയുമ്പോൾ പണിയാണ്. ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇവിടെ ഈ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. ആൻഡ് ഡീറ്റെയിൽസും ഷാർപ്നെസ് ഒക്കെ ഓൺ പോയിന്റ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണ് നിങ്ങളുടെ മെയിൻ ലക്ഷ്യമെങ്കിൽ പരാതി ഉണ്ടാവില്ല. പോർട്രേറ്റ് ഫോട്ടോസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ മാസം അഡ്ലക്സിൽ ഫോട്ടോ ഫെസ്റ്റ് 2024 നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ ഇത് കൊണ്ടുപോയി കുറേ അടിപൊളി ഫോട്ടോസ് എടുത്തു. ഈ 3 ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഇത് ക്യാമറ എടുത്തൊരു ഫോട്ടോ പോലെയാണ് തോന്നുന്നത്. ക്യാമറയായിട്ട് ഇത് കമ്പയർ ചെയ്യുമല്ല, ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ക്ലോസ് ആയിട്ട് നിന്നില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലോട്ട് വഴി വർക്ക് ചെയ്യില്ല. പിന്നെ സാച്ചുറേഷൻ സ്കിൻ ടോൺസ് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കുറച്ച് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മുടിയുടെ ഭാഗത്ത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ ഭാഗത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ 3xൻ്റെ ടെലഫോട്ടോ. 76mm ആണ്, 8MP ഉള്ളൂ. ആൻഡ് എടുക്കുന്ന സമയത്ത് മോശമായിട്ട് തോന്നും, പക്ഷേ എടുത്ത് കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ്സിംഗ് കയറി വരും. ട്രസ്റ്റ് മീ, അടിപൊളിയാവും. ഒരു എക്സാമ്പിളിന് ഈ 3 ഫോട്ടോസും 3xൻ്റെ ടെലഫോട്ടോ എടുത്താണ്. ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കിൻ ടോൺസ് ഒക്കെ വളരെ നല്ലതാണ്. ആൻഡ് 76mm എടുത്തുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഫീൽ വരും. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ 8MP എടുത്താന്ന് പറയും. പിന്നെ പോർട്രേറ്റ് മോഡിൽ പുതിയതായിട്ട് 2xൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ 1x അല്ലെങ്കിൽ 3x യൂസ് ചെയ്യാറുള്ളൂ. കാരണം 2x പ്രൈമറി ക്യാമറ തന്നെ നല്ലതാണ്. വീഡിയോയിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ അൾട്രാ വൈഡ്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് 4K 30fps-ലാണ്. ആൻഡ് അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നോയ്സും കാര്യങ്ങളൊക്കെ നല്ല കുറവാണ്. പിന്നെ എഡ്ജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്റ്റോഷൻ കാണാൻ സാധിക്കും. 4K ക്രോപ്പ് ഉണ്ടെങ്കിൽ പോലും അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഡിസ്റ്റോഷൻ. പിന്നെ ഡൈനാമിക് റേഞ്ച് കളേഴ്സൊക്കെ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു 5 മണി ടൈമിലെടുത്താണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് വാമായിട്ടുണ്ട് വീഡിയോ. പക്ഷേ എന്നാൽ പോലും ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ നമുക്ക് മാക്സിമം 0.6 വരെ വൈഡായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി വൈഡിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഷാർപ്നെസ്സും ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം സൂം ചെയ്ത് നോക്കിയാൽ പോലും അത്യാവശ്യം വളരെ നല്ല ഷാർപ്നെസ്സും ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ ഇതിൽ കാണുന്ന കളറാണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡാർക്കായിരുന്നു ആൻഡ് മഴ പൊടിയുന്നുണ്ടായിരുന്നു. അതേസമയത്ത് അൾട്രാ വൈഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്രൈറ്റ് ആണ്, കളേഴ്സൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കുറച്ചും കൂടി വാമാണ്. ടെലഫോട്ടോയിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് കൂളാണ്. ഇവിടെ ശരിക്കും ആ ഒരു സാച്ചുറേഷൻ ഭാഗത്തുള്ള കുറവൊക്കെ നമുക്ക് മനസ്സിലാവും. ആൻഡ് മോറിലേക്ക് ഒരു സൂം ചെയ്തെടുക്കുന്ന വീഡിയോയിൽ ഞാൻ കൂടുതൽ കയറിയുന്ന ക്വാളിറ്റി ഡീറ്റെയിൽസുമാണ്. അതെവിടെയുണ്ട്. ആൻഡ് നമുക്ക് 4K 30 എടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ 4K ടെലഫോട്ടോ യൂസ് ചെയ്ത് മാക്സിമം 12x വരെ സൂം ചെയ്യാൻ പറ്റും. ആൻഡ് സൂം ചെയ്തിട്ടുള്ള റിസൾട്ട് അത്രയ്ക്ക് നല്ലതല്ല, പക്ഷേ 1x ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ്സ് റിയലി ഇംപ്രസീവ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഫ്രണ്ട് ക്യാമറ. ഇതിലെടുക്കുന്ന വീഡിയോസൊക്കെ 4K എടുക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി വാഷ്ഡ് ഔട്ടാണ്. കളേഴ്സിൻ്റെ ഭാഗത്തായാലും നല്ല കുറവുണ്ട്. ആൻഡ് ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് പിടിച്ചൊരു വീഡിയോ എടുക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. പക്ഷേ ഇതുപോലത്തേക്ക് ദൂരെയുള്ള വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. ഒരു കാര്യം എടുത്ത് പറയേണ്ടത് അൾട്രാ വൈഡും ടെലഫോട്ടോയും മാക്സിമം നമുക്ക് 30 അല്ലെങ്കിൽ 24fps മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 60fps ഇല്ല. 60ലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും മാത്രം വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഫൈനലി FE സീരീസുകളുടെ 8K റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്. ഞാൻ ഈ കാണുന്നതെല്ലാം S23 FEയിൽ 1080p പാനലാണെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇത്രയും ചെറിയ സെൻസറിങ് നാട്ടോ ഇത് വരുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഇംപ്രസീവ്. പക്ഷേ ഇത് വലിയ ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ ഇതാണ് 4K റെക്കോർഡ് ചെയ്ത വീഡിയോ, ഇതാണ് 8K റെക്കോർഡ് ചെയ്ത വീഡിയോ. രണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് കണ്ടില്ലേ. പോർട്രേറ്റ് വീഡിയോയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലോ ആണ് ഹ്യൂമൻ സബ്ജക്റ്റിന് മാത്രമേ ഡിറ്റക്ട് ചെയ്യുള്ളൂ. അതായത് കാറോ ബൈക്കോ ഒന്നും കാണിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ റിപ്ലൈ ആവരുത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ കറക്റ്റ് ആ ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ നല്ലോണം ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൂരെ ആവുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഷോക്കാണ്. എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് നല്ലോണം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ലെഫ്റ്റ് സൈഡിലുള്ള വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ കയറി വരുന്നതൊക്കെ തൊട്ട് മുമ്പുള്ളതാണ്. റൈറ്റ് സൈഡിലെ വീഡിയോ കയറി വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ 2 വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നതിൽ കുറച്ച് ഗ്രീൻ ടോണാണ്. ആൻഡ് ഇത് അത്രയും വലിയ പ്രശ്നമല്ല, കാരണം അവിടെ കുറച്ച് പച്ചപ്പും ഹരിതാപൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇനി 3xലെ പോർട്രേറ്റ് വീഡിയോ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ക്വാളിറ്റിയും ഡീറ്റെയിൽസിൻ്റെ ഭാഗത്ത് കുറവ് കാണാൻ സാധിക്കും. ഞാൻ കൈ അനക്കുന്ന സമയത്ത് ട്രാക്കിംഗ് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്.
പിന്നെ പറയേണ്ട കാര്യം പോർട്രേറ്റ് വീഡിയോയോട് മാക്സിമം 1080p 30 FPS മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സ്റ്റെബിലൈസേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലെ വീഡിയോ സ്റ്റെബിലൈസ്ഡ് ആണ്, ലെഫ്റ്റ് സൈഡിലെ വീഡിയോ സ്റ്റെബിലൈസ്ഡ് അല്ല. ആൻഡ് ഈ രണ്ട് വീഡിയോസ് എനിക്ക് ഒരേ സമയത്ത് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഒരു ഫോണുണ്ട്. പക്ഷേ രണ്ടിനും സിമിലർ മോഷൻസാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ആൻഡ് സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫ്രെയിം ബ്ലെൻഡിങ് എഫക്റ്റ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എക്സസീവ് മോഷൻ കാരണം അത് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ ഓൺ അല്ലാത്ത വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ OIS ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഞാൻ ഫോളോ ചെയ്യുന്ന മോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ആ ഒരു മോഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ OIS ചെയ്യുന്ന അത്യാവശ്യം നല്ല വർക്കാണ്. പിന്നെ അൾട്രാ വൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ക്വാളിറ്റി കുറച്ച് കുറവാണെങ്കിൽ പോലും ക്രോപ്പ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഈ ബ്ലർ ചെയ്യുന്ന എഫക്റ്റ് വരുന്നില്ല. സ്ലോ മോഷനിൽ 240 FPS ഉണ്ട്, 960 FPS ഉണ്ട്. ഇവിടെ 240 FPS നമുക്ക് 1080pയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൽ കാണുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ആൻഡ് യൂസബിൾ ആണ്. അതേസമയത്ത് 960 FPS എന്ന് പറയുന്നത് 720pയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. കാര്യം ഇംപ്രസീവ് ആണെങ്കിൽ പോലും യൂസബിൾ അല്ല. പക്ഷേ ഞാനിത് രണ്ടും യൂസ് ചെയ്യില്ല, കാരണം ക്വാളിറ്റിയുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഡ്രോപ്പ് ഉണ്ട്. ആൻഡ് ഇനിയിപ്പോൾ എനിക്ക് സ്ലോ മോഷൻ എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പ്രോ വീഡിയോ മോഡിലേക്ക് സ്വിച്ച് ചെയ്യും. റെസൊല്യൂഷനിൽ ഫുൾ HD ടാപ്പ് ചെയ്തതിന് ശേഷം അവിടെ 120 FPS ഓപ്ഷൻ ഉണ്ട്. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് കിട്ടും. കമ്മിങ് ടു മൈ ടേക്ക്, എനിക്ക് ഈ ഫോണിൽ ആകത്തുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ വളരെ നല്ലതാണ്, പക്ഷേ വീഡിയോസിലേക്ക് വന്നു കഴിയുമ്പോൾ അത്രയ്ക്കും പോരാ. അത് മാത്രം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ ഭാഗത്ത് ഇതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺസും ഈ പ്രൈസ് റേഞ്ചിലില്ല. ക്യാമറയുടെ ഭാഗത്ത്